എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നേ? എന്താടി ഓടവാണല്ലോ. എന്ത് പറ്റി? ജോലി കൂടുതലായിരിക്കും. തോന്നും. ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും. ഇപ്പൊ വലിയ മുതലാളിയല്ലേ. നമുക്ക് എന്തോന്നും നില ചേട്ടാ. അന്നും ഇന്നും കറവ തന്നെ. എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവോ? നീ കരയാതെ കല്യാണി. കേശവേട്ടിന് പണ്ടത്തെ പോലെ സമയം കിട്ടാഞ്ഞിട്ടല്ലേ? പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി. അതിനകത്ത് പഞ്ചായത്ത് ഇളക്കണ്ട. അത് പള്ളിക്ക് പുറത്ത്. ചുമ്മാ ചൂടാകാതെ ചെമ്മാശൻ തന്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ, ഞാൻ തന്നേക്കാ ചെറ്റേ അറിയാവോ? എന്തോന്ന് അത്ര കിണിക്കാൻ? നിങ്ങള് കുശിനിപ്പോ പെണ്ണുപിള്ളേ അല്ലേ? പാലെടുത്തെങ്കി പൊക്കോ. ചുമന്നോണ്ട് നിക്കാതെ അതാ വാഴച്ചോട്ടിക്കൊണ്ടിറോ അല്ലേ? ആനിയെയും ജോണിയെയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്, കുടിയെടുപ്പുകാരായിട്ടല്ല. നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. 10-14 കൊല്ലമായില്ലേ, ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചിലർക്കൊക്കെ സംശയം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവുവച്ചോ? പെട്ടെന്ന് മാറാനല്ലല്ലോ പറഞ്ഞത്, 1-2 കൊല്ലങ്ങൾക്കകം. സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ? അനാഥ മന്ദിരത്തിന്റെ മതിലും ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ? അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് 2 കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി മാറിക്കൊള്ളാമെന്ന. ജോണിയുടെ സ്വഭാവം അച്ഛനറിയാവല്ലോ. അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാരായ ഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ. നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ? ആനി വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും. കുറച്ചു കാലത്തേക്ക് മാത്രം, അത് ഓർമ്മ വേണം. റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. ടീച്ചറെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കന്റെ കാര്യേ. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ. വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി ഒന്ന് കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 പിള്ളേരെയും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെ ആയിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണി വണ്ടി പോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ ആനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. പോണം അല്ലേ? പോണം. മോനൂട്ടാ, കരയല്ലേ? ദാ വരുന്നു. ഓ, വരുന്നൊന്നും പറഞ്ഞില്ലേ? എന്താ? സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോവാ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലം ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്കുണ്ടാക്കി തന്ന അവസരം. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. വേണ്ട, നിങ്ങൾ പോണം.
ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, അനി കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അനി നിനക്കറിയാല്ല, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിൽ അതൊക്കെ നടക്കൂ. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനാ ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ.
ഇതാര് ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തേടാ മൂത്ത കറവക്കാരൻ? എന്താ കുഞ്ഞെ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ചൻ ഇത്തിരി കൂടിയിട്ടുണ്ട്. താനിങ് വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ കൂടെ അകത്ത് പോയേ. നിന്നെ നിന്നെ ആ, നില്ലടോ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ടോ? മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കെടണം. പൊട്ടി. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. എന്റെ പെണ്ണുമ്പിള്ളയുടെ പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെട്ടി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറിയും കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വയ്ക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണോ? അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. അടയ്ക്കില്ലേ? ദാ ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. ആ, അതൊന്നും വേണ്ട. നീ തട്ടി തോയി ഷർട്ടും മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലേ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. അച്ചോ. ജോണി, 2-3 ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മുമ്പത്തെ പോലല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടെ. അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട. പിള്ളാരോടും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ, കുടിക്കാനോ? മുതലാളി കൊള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മുതലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം. മക്കളെ, കോതേ. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ആ, ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനെ വിളിച്ചോളൂ. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല മോനെ. ഇതിങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ, ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനിയുണ്ട്, അത്രേ ഉള്ളൂ. പനി ഇത് കുറച്ച് പാലാണ്, നല്ലോണം ആറ്റിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയാൻ പാടില്ല. മോനു, കരല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം?
ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി? ഇടയ്ക്കിടയ്ക്ക് വരും, ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്.